ജെൻസി കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പോപ്പ് സോങ്ങും റാപ്പും ഒക്കെ വിട്ടിട്ട് ഇപ്പം ഭക്തിഗാനങ്ങൾക്ക്, മെലഡികൾക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ടാകുന്ന ഒരു ട്രെൻഡൊക്കെയാണ്. ഈ കാലഘട്ടത്തിലാണ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ക്രിസ്ത്യൻ മേഖലയിൽ ഒത്തിരി വൈറലാകുന്ന കാപ്പിപ്പൊടി ബാൻഡ് ഒത്തിരി ശ്രദ്ധേയമാകുന്നത്. നമ്മളോടൊപ്പം ഇന്നുള്ളത് കുറച്ച് കപ്പൂച്ചിൻ ബ്രദർമാരാണ്. ഇവരുടെ സംഗീതമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇവരായിരിക്കുന്ന മേഖലയെപ്പറ്റിയും ഇവരുടെ കാപ്പിപ്പൊടി ബാൻഡിനെ പറ്റിയുമാണ് നമ്മൾ CMC വിഷനിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. നിങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് പ്രദീപ്. ഞാൻ എറണാകുളംകാരനാണ്. ഞാനിവിടെ തേർഡ് ഇയർ തിയോളജിയാണ് പഠിക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് ജോസഫ്. വീട് എരുമേലിയാണ്. ഫസ്റ്റ് ഇയർ തിയോളജി. എൻ്റെ പേര് ശുഭം എന്നാണ്. എൻ്റെ നേറ്റീവ് പ്ലേസ് കർണാടകയിലാണ്. ഇപ്പം ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ പൊൻകുന്നംകാരനാണ്. ഇവിടെ സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുന്നത്. എൻ്റെ പേര് ടിൽജോ. ഞാൻ തമിഴ്നാടുകാരനാണ്. മേട്ടുപ്പാളയാണ് വീട്. ഇവിടെ സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുന്നത്. പേര് മനു, തൃശ്ശൂർകാരനാണ്. സെക്കൻഡ് ഇയർ തിയോളജി. എൻ്റെ പേര് നുസൺ, മലപ്പുറം നിലമ്പൂരാണ് വീട്. സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുന്നത്. ഓക്കെ, നമ്മളിവരെ അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ നിങ്ങളെ കാണുന്നത് ഈ ഒരു ബാൻഡിൻ്റെ പേരിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആണെങ്കിലും ബേസിക്കലി ബിലോങ്സ് ടു കപ്പൂച്ചിൻ ഫാമിലി. അപ്പം എനിക്കും ആഗ്രഹം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്കും ആഗ്രഹം, ഈ ഒരു ഫ്രാൻസിസ്കൻ ഫാമിലിയിൽ എങ്ങനെ എത്തപ്പെട്ടു, അല്ലെങ്കിൽ ഫ്രാൻസിസിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഒന്ന് ആഡ് ചെയ്യുവാണ്. ഈ ഫ്രാൻസിസിനെ പറ്റി ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം, സഭയെ കുറേ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് വളരെ ലിബറലാക്കി വിട്ട, എല്ലാവർക്കും ഉള്ള തമ്പുരാനെ, എല്ലാവർക്കും ഉള്ള ഈശോയൊക്കെ കാണിച്ചു കൊടുത്ത, എന്താ പറയുന്ന നമ്മുടെ ഒരു ചേട്ടനെ പോലെ, നമ്മുടെ ഒരു സ്വന്തം ആളെ പോലെയൊക്കെ നിൽക്കുന്ന, എന്നാൽ 100-800 വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ട് ഈ നിങ്ങളുടെയൊക്കെ മുഖത്ത് ഈ ഫ്രാൻസിസ് ഉണ്ട്. ഈ ഫ്രാൻസിസിനെ പറ്റിയും ഫ്രാൻസിസ്കൻ സഭയെ പറ്റിയും നിങ്ങൾ ഇതിൽ വന്നു പെട്ടു എന്നുള്ള വാക്ക് ഒഴിവാക്കുക, അല്ലെ, വന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ എന്നെ ബേസിക്കലി അടിമുടി മാറ്റി മറിച്ചത് ഈ ഫ്രാൻസിന്റെ ജീവിതം വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രാൻസിസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യനെ എനിക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്, അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. നമുക്ക് മുന്നേ ഒരു ഫ്രാൻസിസ്കൻ ജീവിതം, ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ജീവിച്ചു തീർത്തു. അത് എവിഡൻ്റ് ആണ് അത്രത്തോളം. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത റെവല്യൂഷണറി ആയിട്ട് കുറേ ചേഞ്ചസ്, റെവല്യൂഷണറി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളുണ്ടല്ലോ. ആ ഒരു ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച ഒരു മാത്രയിൽ തന്നെ അദ്ദേഹം പല മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേപ്പൽ പാലസ് പോലെ അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണ്. അദ്ദേഹം താമസിച്ചിരുന്ന ഒരു കുഞ്ഞു മുറിയിലാണ്. ഉണ്ടായിരുന്ന സ്വർണ്ണക്കുരിശ് വേണ്ടെന്ന് വെക്കുകയാണ്. കുഞ്ഞു വണ്ടി സ്വീകരിക്കുകയാണ്. ഏത് കുട്ടികൾക്കും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടിത്തട്ടകത്തിലേക്ക് ഓടിച്ചെല്ലാം. സോ എന്താണ് ക്രിസ്തു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഫ്രാൻസിസ്കൻ ചൈതന്യത്തിലൂടെ. അപ്പം എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ്കൻ ചൈതന്യം എന്താണെന്ന് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട്. ഓരോ വ്യക്തികളിലൂടെയും കുറേ സാഹചര്യങ്ങളിലൂടെയൊക്കെയും ഫ്രാൻസിസ്കൻ ചൈതന്യമൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ആയിരിക്കുന്നത് ഈ ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ഫോർമേഷനാണ്. നിങ്ങളെല്ലാവരും ബ്രദേഴ്സാണ്. ഞാനിങ്ങനെ കേട്ടേക്കുന്നൊരു കാര്യം, നമുക്ക് ഈ ബാൻഡിലേക്ക് വരാം. ഞാൻ ഈ കേട്ടേക്കുന്നൊരു കാര്യം നിങ്ങളുടെ റീജൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ കുറേ പെൻഷർക്ക് അറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഫോർമേഷൻ കാലഘട്ടത്തിലെ എല്ലാ ബ്രദേഴ്സിൻ്റെയും ഫോർമേഷൻ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് റീജൻസി. പക്ഷെ നിങ്ങളുടെ റീജൻസിക്ക് കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട്. അതായത് ഞാനൊക്കെ കേട്ടിരിക്കുന്നത് ലൈക്ക് യു പീപ്പിൾ ഹൈഡ് യുവർ ഐഡന്റിറ്റി, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫോർമേഷനിൽ ഈ റീജൻസി കാലഘട്ടം കടന്നു പോകുന്നത്? റീജൻസി കാലഘട്ടം ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ചാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമാണ് ചെയ്തത്. അപ്പോൾ ഒരു കൊല്ലം മൊത്തം ഒരു എക്സ്പോഷർ പീരീഡാണ്. ഒരു കൊല്ലം പാക്ഡ് ആയിട്ടുള്ളൊരു ഇയറാണ്. അപ്പം അത് നിറയെ ഒത്തിരി പ്രോഗ്രാംസാണ് നിറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കൂലിപ്പണിക്ക് പോകുന്നു. പിന്നെ നമ്മൾ പോയി ഫിഷർ ഫ്ലോക്ക് കമ്മ്യൂണിറ്റിയുടെ കൂടെ കടൽ തീരത്ത് താമസിക്കുന്നു. പിന്നെ സ്ട്രീറ്റുകളിൽ പോയി കിടന്ന് അവിടെയുള്ള പിച്ചക്കാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതശൈലി മനസ്സിലാക്കുന്നു.
നമ്മൾ ആ ഒരു അവരുടെ ആ റിയൽ ലൈഫ് ഈവൻസിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വളരെ ഒത്തിരിയേറെ മേഖലയിൽ നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇയറാണ് റീജൻസി. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ ചെല്ലുന്ന പ്രത്യേകിച്ച് ഒരു ഇടവകയോ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ പള്ളിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തും. നമ്മൾ ബ്രദേഴ്സ് എന്ന് പറയും, കപ്പുച്ചിൻ ഐഡൻറ്റിറ്റി ഒക്കെ പറയും. പക്ഷെ നമ്മൾ കൂലിപ്പണിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൂടെ ചെയ്യുന്നവർക്ക് അറിയത്തില്ല നമ്മൾ എവിടുന്നാണ്. അപ്പം ഇപ്പം നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, പക്ഷെ നമ്മളായിട്ട് എങ്ങനെയാണ് എന്ന് പറയത്തില്ല. കാരണം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു അയ്യോ അച്ഛന്മാർ ബ്രദേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അവരൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇടും. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ചിലപ്പം അവരുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ലൈഫ് ഈവൻസും അവരുടെ ചിലപ്പോൾ വിഷമങ്ങളാവാം, അവരുടെ ആ സിറ്റുവേഷൻ മൊത്തം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇയറാണ്. അതും കൂടാതെ റീജൻസിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മിഷൻ എക്സ്പീരിയൻസ് ആണ്. മിഷൻ ഏരിയകളിൽ പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കുറച്ച് പേരൊക്കെ പോയത് മേഘാലയ ഭാഗത്താണ്, ബ്രദർ ഛത്തീസ്ഗഡ് ഭാഗത്ത് പോയി. അങ്ങനെ അവിടെയുള്ള അപ്പം മൊത്തം ഒരു ഓൾ ഇന്ത്യയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഒരു ജീവിതത്തെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഇയറാണ് റീജൻസി. ഈ റീജൻസി സമയത്ത് ഇങ്ങനെ പണിക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. ഈ പണിക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ ദിവസമൊന്നും പണി കിട്ടത്തില്ല, പണി കിട്ടാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കും. ഞാനൊക്കെ അവസാനം പണിയൊന്നും കിട്ടാതെ വന്നപ്പോഴേക്കും ഈ കായൊക്കെ വറുത്ത് കൊടുക്കാന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടു. ഈ പൈസ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, അങ്ങനെയാണോ? അതായത് ഈ പൈസ വെച്ച് നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ അരി മേടിക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ റീജൻസി ഇൻചാർജ് സേവറച്ചനായിരുന്നു. അപ്പൊ അച്ഛൻ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചു തരാം, പിറ്റേ ദിവസത്തുള്ള ഭക്ഷണത്തിനുള്ള നിങ്ങൾ കണ്ടെത്തിക്കോളണം എന്ന് പറഞ്ഞു. അപ്പോ ആദ്യത്തെ ദിവസം നമ്മൾ ആ വീടുകളിലേക്ക് കയറി ഇറങ്ങി ചോദിച്ച് വാങ്ങിക്കുന്നു, ഭക്ഷിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ശരിക്കും ഒരു കപ്പുച്ചേരി ശരിക്കും നമുക്ക് അഭിമാനം തോന്നുന്നു കേട്ടോ. കാരണം അത് നമ്മുടെ ഒരു കപ്പുച്ചേരി ലൈഫ് എന്താന്ന് ശരിക്കും നമ്മളൊന്ന് കുറച്ചുകൂടെ ഇനിഷ്യേറ്റഡ് ആവുന്ന ഒരു പീരീഡ്. നമ്മളിങ്ങനെ പണിയെടുക്കുന്നു, കുറെ രസകരമായിട്ടുള്ള മൊമെന്റ് ഒക്കെയാണ്. ഫ്രാൻസിസ് സിസിയുടെ ഒരു സിനിമയിലെ ഇങ്ങനെ അതൊരു ഓക്വേർഡ് സീനിനെ പക്ഷെ ഭയങ്കര മനോഹരമാക്കിയിരിക്കുന്ന, അതായത് സിനിമയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി, പക്ഷെ പുള്ളി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഡ്രസ്സ് പോലും ഊരിക്കളഞ്ഞാണ് പുള്ളി ഇറങ്ങി പോകുന്നത് അല്ലെ, മുഴുവൻ എന്താ വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന പോലെ സത്യത്തിൽ അങ്ങനെ. കാരണം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഭിക്ഷ യാചിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾക്കാരോട് ഇതൊന്നും ഇല്ലാത്തടന്ന് വന്നവരൊന്നും അല്ല, ഇവരെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, ഇവരെല്ലാവരും നല്ല വെൽ സെറ്റിൽഡ് ആയ കുടുംബങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ്. പക്ഷെ തമ്പുരാനെ പ്രതി ഈശോയെ പ്രതി ഇവരൊന്നുമില്ലാത്തവരാകുകയും ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ലിറ്ററൽ ഫോമാണ് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്നൊക്കെ ഉള്ളത്. ഒരുപാട് സന്തോഷാഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ള യുവാക്കള് വൈദികത്തിലേക്ക് കടന്നു വരുന്നുള്ളത്. യെസ്, നിങ്ങളുടെ ഒരു ഫോർമേഷന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ബാൻഡ് രൂപപ്പെടുന്നത്. യെസ്, നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങളിപ്പോൾ നമ്മുടെ യൂത്ത് അറിയുന്നത്, നമ്മളുടെ സഭയിലെ കുഞ്ഞുങ്ങളൊക്കെ അറിയുന്നത് കാപ്പിപ്പൊടി ബാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്, നിങ്ങളുടെ പാട്ടുമായി ബന്ധപ്പെട്ടാണ്, നിങ്ങളുടെ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടായത്? ഈ കാപ്പിപ്പൊടി ബാൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ കരുതിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സാധനമൊന്നുമല്ല, തന്നെ അങ്ങ് വന്നു പോയതാണെന്ന് വേണേൽ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പേര് ഈ മീഡിയയിലാണ്, അതായത് ഒരുപാട് പേര് ഫോൺ ഉപയോഗിക്കുന്നു, കാണുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ക്രിസ്തുവിനെ കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് മീഡിയ തുടങ്ങി, അല്ലെങ്കിൽ പാട്ടൊക്കെ ഇടാൻ തുടങ്ങി, കുറച്ചുപേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലർ ചോദിച്ചു ഞങ്ങളോട്, ബ്രദറെ നിങ്ങൾക്ക് പള്ളിയിൽ വന്നിങ്ങനെ പിള്ളേർക്ക് വേണ്ടി സെഷനൊക്കെ എടുക്കാവോ, അങ്ങനെ ചില പരിപാടികൾ തുടങ്ങി. ചിലയിടത്തൊക്കെ ഇങ്ങനെ ക്ലിക്കായി, മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ പള്ളികളിൽ, സ്കൂളിൽ, കോളേജിലൊക്കെ ഇങ്ങനെ ക്ലിക്കായി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളെ ഇങ്ങനെ ഷാലോമിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നാണ് അതിൻ്റെ പേര്, 4 എപ്പിസോഡ് ചെയ്യാമെന്ന് ചോദിച്ചു. അന്ന് സച്ചിൻ ബ്രദറും ബിജോയ് ബ്രദറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ചെയ്തപ്പോഴേക്കും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്താ പേരിടുക? അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ ആണ് നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ, അപ്പോൾ പുത്തമ്പര അച്ഛൻ. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു പേരിട്ടാലോ, കാപ്പിപ്പൊടി ബാൻഡ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പേര് തന്നെ വന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ല. അപ്പോൾ അന്നാണ് ഞങ്ങൾ കുറേ പാട്ടുകളൊക്കെ അങ്ങനെ ഒരു ബാൻഡായിട്ട് ഞങ്ങളിരുന്ന് പാടി, അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ബാൻഡ് ഫോം ആവുമായിരുന്നു.
പിന്നീട് നമ്മൾ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി, പുറത്ത് പോയി സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബാൻഡിൻ്റെ രൂപീകരണം. ഇങ്ങനെ ഒരു ബാൻഡിന്റെ ഭാഗമാകുമ്പോഴും എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി വൈദിക വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോഴേക്കും ആക്ച്വലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫിനെ അത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈമറി കൺസേൺ ഈ ഒരു ബാൻഡിലേക്ക് പോകുമ്പം സത്യത്തിൽ ലൈക്ക് നിങ്ങളുടെ ഒരു ഫോർമേഷനെയോ നിങ്ങളുടെ ഒരു പ്രീസ്റ്റ്ഹുഡോ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീസ്റ്റ്ഹുഡിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബാൻഡിലൂടെ വരുന്നത്. നമ്മൾ നമ്മൾ പ്രാർത്ഥനയിലും അതുപോലെ മെഡിറ്റേഷനിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചാനലൈസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു മേഖലയായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കാപ്പിപ്പൊടി ബാൻഡിനെ കാണുന്നത് തന്നെ. അപ്പോൾ കുട്ടികളിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുമ്പോഴേക്കും, ക്യാമ്പിലേക്ക് ആകുമ്പോഴേക്കും അത് അവരെ സ്പർശിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പിന്നീട് ഇവർ വന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്രീസ്റ്റ്ഹുഡിൻ്റെ എക്സ്പ്രഷൻ ആയിട്ട് ഇത് മാറുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാപ്പിപ്പൊടി ബാൻഡ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അതൊരു ഹിൻഡ്രൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു വേറൊരു മേഖലയിലേക്ക് അത് വളരുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടിയൊക്കെ കോംപ്ലിമെന്ററി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങള് ഇത്രയും നാള് പരിശീലക വർഷത്തിലൂടെ കടന്നു വരുന്നു, ഞങ്ങൾ കുറെ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ റീജൻസി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബെന്യാമൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ വെറും കെട്ടുകഥകളാണ്. അപ്പം ഞങ്ങളിവിടെ അനുഭവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. അപ്പം നല്ല റിയൽ ലൈഫുകൾ ഞങ്ങൾക്ക് കിട്ടുകയാണ്, സ്റ്റോറീസ് ആണെങ്കിലും. അപ്പോൾ കുറേയും കൂടി ലൈഫിനെ കാണാനായിട്ടൊരു വിഷയം കിട്ടുന്നുണ്ട്. ഈ ബാൻഡിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ വ്യക്തമായിട്ട് ഇടവേളകളിൽ ഞങ്ങൾ പിള്ളേരായിട്ട് സംവാദിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു വിഷയം എടുത്തിട്ട് അതിന് കുറേയും കൂടിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. എനിക്കൊന്ന് ബാൻഡ് എന്നുള്ള ഒരു പേരിൽ നിൽക്കുമ്പോഴേക്കും വിചാരിക്കുന്ന ചില പാട്ട് ഡാൻസ് അത് അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. ഇത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ടോക്ക് വരുന്നുണ്ട്, ആരാധന വരുന്നുണ്ട്, പ്രെയർ ഉണ്ട്, മെഡിറ്റേഷൻ, അങ്ങനെ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് സാധനം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെഷനായിട്ട് ഒരു 2-2.5 മണിക്കൂറൊക്കെയാണ് സാർ നമ്മൾ ഇപ്പോൾ SMYM ആണെങ്കിലും അല്ലെങ്കിൽ KCYM ആണെങ്കിലും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോടിങ്ങനെ യുവാക്കളായ അല്ലെങ്കിൽ കുട്ടികളായ കൗമാരപ്രായത്തിലുള്ള ആളുകൾ നിങ്ങളോട് പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകളായോ നിങ്ങൾക്ക് കോളുകളായോ സംസാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാറുണ്ടോ? നിങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? ആക്ച്വലി നമുക്ക് അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാരണം നമ്മൾ സെമിനാരിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചിലവരൊക്കെ നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട്. പലവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ അച്ഛന്മാരിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ടിൽജോ ബ്രദറൊക്കെ അങ്ങനെ കുറെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പലവരും അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുക്കില് പിള്ളേർ കുറെ കൂടെ ബ്രദറിനായിട്ട് കണക്റ്റഡ് ആവും. അത് വളരെ അല്ലേ, അതങ്ങനെ അതായത് നമ്മൾ പറയില്ലേ ഇപ്പൊ ഈശോ ഓരോ സ്ഥലത്ത് ഈശോയ്ക്ക് ഓരോ മുഖം, അതായത് ഓരോ സ്ഥലം അനുസരിച്ച് മാതാവിനെ എങ്ങനെയാണ് പറയാം. അപ്പം ആഫ്രിക്കയിൽ റേസും പറഞ്ഞല്ല കേട്ടോ, ആഫ്രിക്കയിൽ ചെല്ലുമ്പോഴേക്കും ആഫ്രിക്കയിലെ മാതാവ് എന്ന് പറയുന്നത് കുറേം കൂടെ അവരുടെ ഒരു കളർ ടോണിലുള്ള ആളാണ്. ഈ കേരളത്തിൽ നിന്ന് മാതാവ് കുറേ കൂടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും എന്ന് പറഞ്ഞ പോലെ ബ്രദറിനെ കുറച്ചുകൂടി ഇപ്പോഴത്തെ പിള്ളേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനാണ്, അപ്പൊ എനിക്ക് എന്റെ സ്കൂളിലായിരുന്നു ഞാൻ മുടി വെട്ടിച്ചത്, അതൊരു കാര്യം. പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റും സീരിയസ്ലി, അങ്ങനെ തന്നെയാണ്. അതായത് പാത്രം വെള്ളത്തിന്റെ സ്വഭാവമായിരിക്കണമല്ലോ കുറെയൊക്കെ നമ്മുടെ, നമ്മൾ ഏത് പാത്രമാണോ അവിടെ സ്വീകരിക്കുക എന്നൊക്കെയുള്ളു. അപ്പൊ ഈ കാലഘട്ടം എനിക്ക് നിങ്ങളുടെ ബാൻഡും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ യൂത്ത് അല്ലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ആളുകൾക്ക് എന്താണോ ഇന്ന് ആവശ്യം ആ പാത്രത്തെ നിങ്ങൾ വിളമ്പുന്നു. ഓരോ കാലഘട്ടത്തിനും ഓരോ ആവശ്യം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം വിളമ്പിയ ഒരു സന്യാസ സമൂഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് നമ്മളായിരിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ കുറേയും കൂടെ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന, ഇന്നത്തെ കൂട്ടുകാർ ആവശ്യപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് നിങ്ങളുള്ളത്. അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. യെസ്, അപ്പോൾ ബ്രദറിന് പറഞ്ഞു വരുമായിരുന്നു. യെസ്, കുറെ കുട്ടികൾ കുറെ പേര് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. മീൻസ് ഇനി എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അവർ പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. പിന്നെ അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് അവർക്കൊരു ഓപ്പൺ ആയിട്ട് വെച്ചാൽ ഏതറ്റം വരെ പോകും, അവർ ഏതറ്റം വരെ പോകും. അത് മീൻസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ പറയാനുള്ള ഒരു ഓപ്പൺനെസ് അവർക്ക് തോന്നുന്നുണ്ട്. ഞാൻ എക്യുപ്ഡ് അല്ല, മീൻസ് ഇപ്പോൾ കൗൺസിലിംഗ് ആണെങ്കിലും ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യും. എല്ലാത്തപ്പോൾ നമ്മളെ ബെറ്റർ പോസിബിലിറ്റീസ് വേറെ അച്ഛന്മാർ ഇതിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള അച്ഛന്മാരെ നമ്മൾ സജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പോയി ഇത് ഇടാനുള്ള
ഞാനേ ചുമ്മാ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കും കേട്ടോ. അതായത് നിങ്ങൾ കുറെ പേരൊക്കെ മെസ്സേജ് അയക്കുന്നു, കുറെ കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നു. ആ, അങ്ങനെ പോയാൽ നമുക്ക് സാധാരണ മനുഷ്യനാണ്, നമുക്കൊരു ഈഗോ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഒരു സെൽഫ് ആയിട്ടുള്ള സാധനം, ഞാൻ എന്നൊരു സാധനം വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, നിങ്ങൾ കാപ്പിപ്പൊടി ബാൻഡല്ലേ, നിങ്ങൾ ബ്രദേഴ്സ് അല്ലേ. അത് അപ്പോൾ നമുക്കൊരു സന്തോഷം നോർമലി ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ബാക്കിൽ നമ്മൾ, എൻ്റെ ഉള്ളിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. ക്രൈസ്റ്റ്, നമ്മളുടെ ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റാണ്. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിനും അതിനൊക്കെ ആൾക്കാർ തരുന്ന വിലയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് കൊടുക്കുന്ന വില നമ്മളെ കാണുന്നതുകൊണ്ട് അവർ തരുന്നു. അപ്പോൾ ആ ഒരു ബോധ്യമാണ് നമ്മളിൽ എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈഗോയിഷായി മാറും, നമ്മൾ കൂടുതൽ സെൽഫിഷായി മാറും, പിന്നെ നമ്മളുടെ പ്രയോറിറ്റി ആകും. ഇപ്പോൾ ബാൻഡിലാണെങ്കിലും ആരും ഇൻഡിവിജ്വലായിട്ട് ഒരാൾ നയിക്കുന്ന ഒരു സംഭവമല്ല. എല്ലാവരും കിട്ടുന്ന പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. ദൈവവിളി സ്വീകരിച്ചു വരുന്ന എല്ലാവരും കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഇതാണ്. കാരണം ഒരു മീഡിയ വഴി അറിയപ്പെടുന്നു എന്നതിലുപരി അത് ഈയിടെയല്ലേ. പക്ഷെ അതിന് മുന്നേ ഒക്കെ ഇപ്പോൾ ഒരു വലിയ കോളേജിന്റെ പ്രിൻസിപ്പളായി, അല്ലെങ്കിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നല്ല പിടിപാടുള്ള ഒരു വൈദികനായി, അപ്പോഴൊക്കെ ആ വൈദികൻ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഞാനല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്. അത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ബേസിക് ആയിട്ട് ഒരു റിലീജിയസിന് അവൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന വ്രതങ്ങളോട് ചേർത്ത് തന്നെ കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ്. എനിക്ക് ഓർമ്മ വരുന്നൊരു വിശുദ്ധനുണ്ട്, നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, ഈ പാതിരപ്പിയോ എന്നുള്ളൊരു വിശുദ്ധനുണ്ട്, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഈ പഞ്ചക്ഷതങ്ങൾ വന്നു. അദ്ദേഹം ഒത്തിരി പേർക്ക് എന്താ പറയുക ക്രിസ്തുവിന് കൊടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പഞ്ചക്ഷതകളും ഇദ്ദേഹത്തിലൂടെ നടന്ന കുറേ അത്ഭുതങ്ങളും ഒക്കെ ഒരുപാട് മനുഷ്യരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പാതിരപ്പിയോ ചെയ്യുന്ന വീഡിയോനകത്തൊക്കെ ഉണ്ട്, യൂട്യൂബിനകത്ത് കാണുമ്പോൾ അറിയാം പഴയ വീഡിയോസ്. ഈ പാതിരപ്പി ഈ ചരട് ഉപയോഗിച്ച ഗോ വേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചങ്ങ് അവരെ മാറ്റുക. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ആത്മീയ മേഖലയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് ഫെയിം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ അവെയർ ആയിരുന്നു, അതിനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളും സത്യം പറഞ്ഞാൽ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിലൂടെയും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഫെയിം ഞങ്ങൾക്ക് കൈവരുന്നുണ്ട്. പക്ഷെ ഞങ്ങളും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. കാരണം ആത്മാവിൽ തുടങ്ങി ശരീരത്തിൽ അവസാനിക്കാൻ മാത്രം ബോഷന്മാരാണോ നിങ്ങൾ എന്ന് വചനത്തിൽ ഒരു പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ ഒരു എലമെന്റിൽ, ഞങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുന്ന എലമെന്റിൽ ഞങ്ങൾക്ക് ഫെയിം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം പ്രഘോഷിക്കപ്പെടുന്ന ക്രിസ്തു തന്നെയാണ്. അതൊരിക്കലും ഞങ്ങളിലേക്ക് വന്ന് ഒതുങ്ങി അത് ഞങ്ങളുടെ ഒരു മഹിമയാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെ ക്രിസ്തുവിനെ തന്നെ അവസാനം വരെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആകണമെന്നും അതിന് നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം. ഒരിക്കലും അത് ഒരു ഈഗോ സെന്ററിലേക്ക് അല്ലാതെ ക്രിസ്തുവിനെ തന്നെ അവസാനം വരെ കൊടുക്കണം. യെസ്. അപ്പം ഈശോയെ കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാ കാലത്തും, എല്ലായ്പ്പോഴും, മരണം വരെയും. അത് തന്നെ ആഗ്രഹവും പ്രാർത്ഥനയും.